ലതിയോടൊന്ന് വരാൻ പറയൂ. ഇരിക്കൂ. അർജന്റായിട്ടൊരു ലെറ്റർ ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. എഴുതിക്കോളൂ. ഡിയർ മാഡം, ഫസ്റ്റ് ഓഫ് ഓൾ, let me express my sincere thanks to you for the kind cooperation extended to me. എഴുതിയോ? Continue. You have got all the 7 qualifications. You are the queen of my dreams. Yes, I love you. Latika, I love you. I love you. സർ, എന്താ സർ വിളിച്ചത്? അല്ല, ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത കണ്ടീഷൻസ് എല്ലാം ഉള്ളതുകൊണ്ടാണ് ലതിയെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. പൊയ്ക്കോളൂ. ഓഫീസിൽ വെച്ച് ദിവസവും കാണുന്നവരാണെങ്കിലും ചടങ്ങായിട്ട് തന്നെ നടക്കണമല്ലോ. മോളെ, കല്യാണാലോചനയായിട്ട് ആദ്യം കൃഷ്ണൻകുട്ടി ഇവിടെ വന്നപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഇവളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭാഗ്യത്തെക്കാളൊക്കെ അധികം ഞാൻ വിശ്വസിക്കുന്നത് കഴിവിലാണ്. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും ലതിയക്കുള്ളതുകൊണ്ടാണ്. ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉള്ളതുകൊണ്ടാണല്ലോ കമ്പനിയിൽ ലതിയക്ക് ഒരു പോസ്റ്റിംഗ് കിട്ടിയതും വിഷ്ണുവിനെ പരിചയപ്പെടാനിടയാതും. പിന്നെ നമ്മളെല്ലാവരും കൂടി ചായ തണുത്തു പോകും അല്ലേ ഉറപ്പേട്ട? തണുത്താ വേറെ കൊണ്ടുവരും. എന്ത് വാടേ? എക്സ്ക്യൂസ് മീ, എന്താ? എനിക്ക് ലതിയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതിപ്പോ ഇവിടെ വെച്ച് പറഞ്ഞാ പോരെ അല്ലേ? അല്ലേ നമുക്ക് അകത്തേക്ക് പോവാം. വേണ്ട, ഞാൻ തനിച്ച് സംസാരിച്ചോളാം. ലതിയെ, ഒരു മിനിറ്റ്. എല്ലാറ്റിലും ഞാൻ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ പാലിക്കുന്ന ആളാ. നമ്മൾ പരസ്പരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് ലതിയെ ഇഷ്ടമായി. ലതിയക്ക് എന്നെ ഇഷ്ടമായോ? വേഗം വന്നിലടച്ചേക്ക. കുറച്ചു നേരത്തേക്ക് വിഷ്ണു ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി കാര്യം പറ. അത് വേണ്ട, കൃഷ്ണൻകുട്ടി തന്നെ പറ. കുറുപ്പേട്ടൻ പറ. എന്താ എന്താ കാര്യം? അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. എന്നാലും ലതി ഇത് അറിഞ്ഞല്ലേ പറ്റൂ. വിവരം അറിയുമ്പോ കുട്ടി ബോധം കെടുവോ മറ്റോ ചെയ്താലോ? കുറച്ച് തണുത്ത വെള്ളമല്ലോ എടുത്തു വെച്ചേക്ക് പാർവതി. ഈശ്വര, എന്താ കാര്യം? അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അതെ, ചെറിയ തോതിലൊരു വഞ്ചന നടത്തിയാണ് വിഷ്ണുവിനെ കൊണ്ട് ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. എല്ലാം നല്ലതിനു വേണ്ടിയാ. വിഷ്ണുവിന്റെ 7 കണ്ടീഷൻസ് ജോലി പെർമനന്റ് ആക്കാൻ വേണ്ടിയുള്ളതാണെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? അതെ. അത് ജോലിക്ക് വേണ്ടിയുള്ളതല്ല, കല്യാണത്തിന്റെ കണ്ടീഷൻസ്. കല്യാണത്തിനോ? അവന്റെ ഒരു കളി. ഞാൻ വിടൂ. അല്ല, നിങ്ങൾക്ക് പോകാൻ ധൃതി കാണും അല്ലേ? ഏയ്, ഒരു ധൃതിയുമില്ല. എന്നും കുട്ടികൾ ഉറങ്ങി കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിലെത്താറുള്ളൂ. എത്ര നാളായി വിഷ്ണു നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടിട്ട്. നമുക്കൊന്ന് കൂടണ്ടേ? അതെ, ചീട്ടുണ്ടോ വിഷ്ണു? പ്ലേയിങ് കാർഡ്സ് ചീട്ടിരിപ്പില്ല. ഞാൻ വാങ്ങിക്കാന്ന്. നമ്മൾ ഒരുമിച്ചിരുന്ന് ചീട്ട് കളിച്ചിട്ട് കാലത്ര തുടങ്ങി. ഞാൻ കളി നിർത്തി. ഞങ്ങൾ അതിന് നിർത്തിയിട്ടില്ലല്ലോ. ഇല്ല, ഞാനതിന് കൂട്ടു നിൽക്കില്ല. എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട്. ലതിക ക്ഷമിക്കണം. ഒരുപാട് നന്മകൾ വരാനായി ഞങ്ങൾ ചെയ്ത ചെറിയൊരു തിന്മ മാത്രമാണ്. ലതികയുടെ വീട്ടിലെ കാര്യങ്ങൾ മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ടീഷൻസിന്റെ പേരിൽ ഒരു വിവാഹവും ശരിയാകാതിരുന്ന എന്റെ കൂട്ടുകാരന് ആദ്യമായി ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ബുദ്ധിയായിരുന്നു ഇതെല്ലാം.
ജോലിസം തന്ന ഉറപ്പും കൂടി ആയപ്പോ എന്തായാലും ക്രൂരതയായത്. ഈശ്വര, ഞാനിനി എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കും? ശരി, നടന്നതൊക്കെ നടന്നു. ഞാനിപ്പൊ തന്നെ എല്ലാ സത്യങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒത്തിരി എലിപ്പാഷാണ് കലക്കിത്താ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതിന് പകരം നിങ്ങൾ ഇങ്ങനെ ചാടിക്കടിക്കാൻ നിന്നാലോ? അല്ല പിന്നെ നിനക്ക് അവന്റെ സ്വഭാവം അറിയരുതോ? ഇത് വല്ലോ ഇപ്പൊ പറഞ്ഞാൽ അവൻ നമ്മളെല്ലാം തട്ടിയിട്ട് ആത്മഹത്യ ചെയ്യും. അതൊന്നുമില്ല, കുറച്ചു ദിവസം കഴിയുമ്പോ വിഷ്ണു തന്നെ ഈ കണ്ടീഷൻസിന്റെ കാര്യമൊക്കെ അങ്ങ് മറക്കും. അതുവരെ ലതിക എങ്ങനെയെങ്കിലും ഞാൻ എങ്ങനെ? മോള് ധൈര്യമായിട്ടിരിക്കെ. എന്ത് പ്രശ്നം വന്നാലും അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തോളാം. എല്ലാരും കൂടെ വാചം അടിച്ചിരുന്ന കാര്യം മറന്നു. എന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്ന്. ചെല്ല്. ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. താങ്ക്സ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓൾ ദി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ വല്ലാതിരിക്കുന്നത്? അച്ഛനെ അനുജത്തിമാരെയൊക്കെ വിട്ടു പോന്നോണ്ടാണോ? ഇരിക്കെ. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. സാറോ? ഇത് ഓഫീസല്ല. ഇങ്ങോട്ട് ഇരിക്കേ. എന്തുവാടെ അവർ സംസാരിക്കുന്നേ? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുക. ആദ്യ രാത്രിയിൽ ഏത് അമേരിക്കൻ പ്രസിഡന്റ് ആടേ? മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ പറയാറ്? പക്ഷെ എന്റെ കല്യാണക്കാര്യത്തിൽ ഐ പ്രപ്പോസ്ഡ് ആൻഡ് ഗോഡ് സെക്കൻഡഡ് എന്നേ പറയാൻ പറ്റൂ. എന്റെ സ്വപ്നത്തിലെ പെൺകുട്ടിയെ തന്നെ എനിക്ക് വധുവായിട്ട് കിട്ടി. സ്വപ്നത്തിലെ പെൺകുട്ടിയെ കിട്ടിയെന്ന് നമ്മുടെ പ്ലാൻ സക്സസ്. അത് പറയാറായിട്ടില്ല. ഇപ്പോഴും ഒരു ഇടിയുടെ മണം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതെന്റെ കൈകൊണ്ടായിരിക്കും. വിളച്ചിലെടുക്കല്ല. ചെറുപ്പം മുതലേ എനിക്ക് സംഗീതത്തിൽ വലിയ ഭ്രമമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ശ്രീമതിക്ക് ശാസ്ത്രീയ സംഗീതം അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. ഇന്ന് നമ്മുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ ദിനമാണ്. ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കേണ്ട ഒരു രാത്രി. ലതിക ഒരു പാട്ടുപാട്. പാട്ട് പാടാൻ പറയുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. സക്സസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കരുതാക്കടുത്ത് വളച്ചില്ലേ? ഇതുകൊണ്ടോ ഈശ്വര, ഫസ്റ്റ് നൈറ്റ് തന്നെ എല്ലാം ബെസ്റ്റ് ആയിട്ട് ചളവായി. എന്താ നാണമായിട്ടാ? പതിയെ പാടിയാ മതി, ആരും കേൾക്കൂല. പാട് പാട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ വിളിയടേ. കുറിപ്പേട്ടൻ വിളിക്കാം. നീ വിളി, നമുക്ക് ഒരുമിച്ച് വിളിക്കാം. ഞാൻ ചാടണോടാ. കള്ളൻ കള്ളൻ. നീ എങ്ങോട്ടാ പോകുന്നത്? കത്തി കൊണ്ട് കിടക്കമുറിയിൽ വന്ന് ഒരു കള്ളൻ കത്തി കാണിച്ച് ഭയപ്പെടുത്തി എന്നെ ഇതുവരെ കൊണ്ടുവന്നു. കൃഷ്ണൻകുട്ടി കണ്ടതുകൊണ്ട് കള്ളൻ രക്ഷപ്പെട്ടു. കള്ളൻ അങ്ങോട്ട് ഓടി. കൃഷ്ണൻകുട്ടി എവിടെ? കള്ളനെ പിടിക്കാൻ കൃഷ്ണൻകുട്ടി ഇങ്ങോട്ട് ഓടിയിരിക്കുക. അളിയാ ഇനി വന്നേ, ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. നീ അത് ലാസ്റ്റ് നൈറ്റ് ആക്കല്ലേ. അയ്യോ അയ്യോ, സാരമില്ല. ഓടാൻ പോയില്ലേ? ഇല്ല. മുറി കാണാതായപ്പോ ഞാൻ വിചാരിച്ചു. അതെ, എനിക്ക് നോടാനൊരു മൂഡ് തോന്നുന്നില്ല. അയ്യേ, ആരെങ്കിലും കാണും. കണ്ടാലെന്താ, നമ്മൾ കള്ളത്തരൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇതൊക്കെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ചെയ്യുന്നതാ. നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ വിഷമിക്കാതെ, അവൻ ഇപ്പൊ വരും. ഇപ്പൊ സമയം എന്തായി? വലിയ കണ്ടീഷൻസും റൂളും ഒക്കെ പറഞ്ഞ ആളല്ലേ. ഇപ്പൊ രാവിലെയുള്ള ജോഗിങ് ഇല്ല, എക്സർസൈസ് ഇല്ല, യോഗാസനമില്ല, സമയനിഷ്ഠയില്ല. ഇക്കണക്കിന് പോയാൽ അവൻ പറഞ്ഞ കണ്ടീഷൻസ് അവൻ തന്നെ മറക്കും എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ മറക്കും. അന്നേ കാക്ക പറന്നു മലക്കും. പറന്ന് മലക്കുമല്ലടി, മലന്ന് പറക്കും. അയ്യോ,
ഒരു വിറ്റ് കേട്ടിട്ട് എന്താ ഉച്ച ചിരിക്കാത്തെ? ഓ പിന്നെ ഈ വളിപ്പൊക്കെ പറഞ്ഞ് തന്നെ തനങ്ങ് ചിരിച്ചാൽ മതി. വിളച്ചിലെടുക്കല കേട്ടോ. അല്ല പിന്നെ പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളുടെ വിഷമം അറിയൂ. സത്യം പറഞ്ഞ ഈ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് എനിക്ക് വെപ്രാളവാ. അവന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. നീ എന്തിനു വെപ്രാളപ്പെടണം? അങ്ങനെയാണ് നിന്നെ കെട്ടി അന്ന് മുതൽ ഞാൻ എന്തുമാത്രം വെപ്രാളപ്പെടണം? എടി കളിക്കല്ലേ? എന്നാ പിന്നെ ഇതെല്ലാം നിങ്ങളുടെ കൊലഷ്ടബുദ്ധിയാണെന്ന് ഞാൻ വിഷ്ണുവിനോട് തുറന്നു പറയട്ടെ. എടി മഹാഭാബി, എടി 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 എടി, എന്നിട്ട് വേണം അവൻ എന്നെ തല്ലിക്കൊന്ന് കാലെ തൂക്കി കായലിലെറിയാൻ. സ്വന്തം അളിയന്റെ കൈ കൊണ്ട് ചത്തവനെന്ന ദുഷ്പേരും കേട്ട് കേട്ട് ഞാൻ ഈ ലോകത്ത് എത്ര കാലം ജീവിച്ചിരിക്കുവടി എന്റെ അഴീക്കോട് ഭഗവതി. വിഷ്ണു വന്നു. എന്തുവാടി? വിഷ്ണു വന്നൂന്ന് എന്നോട് പറയരുതേ. ഞാൻ 1 മണിക്കൂർ ലേറ്റ് ആയി. ഒരു ചെറിയ പർച്ചേസിംഗ് നടത്തി കളയാന്ന് വിചാരിച്ചു. നന്നായി. എന്റെ സെലക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഓ, സ്നേഹപൂർവ്വം തരുന്നതിൽ എന്ത് സെലക്ഷൻ നോക്കാനാ? ഒരു കർച്ചീഫ് ആയിരുന്നാലും മതി. ദാ, ഇത് കുറുപ്പേട്ടനും ചേച്ചിക്കും ഉള്ളതാ. ലതിയെ ഇതെല്ലാം എടുത്ത് മുറി കൊണ്ടുവന്ന് വെക്കേ. വന്നേ. ഇപ്പൊ എനിക്ക് ബോധ്യമായി നിന്റെ അനിയൻ തന്നെ. തേപ്പാട്ട് വേലിക്കുട്ടി ഭാഗവതർ. നമസ്കാരം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ദൂരദർശനിലൂടെ ഈ മുഖം ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അതിന് ഞാൻ ഇതുവരെ ആ വിഡ്ഢിപ്പെട്ടിയിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. എങ്കിലും നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. നല്ല മുഖപരിചയം. മാവേലി സ്റ്റോർ ക്യൂ നിൽക്കാൻ വരാറുണ്ടോ? കൃഷ്ണൻകുട്ടി, ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും കുറുപ്പേറ്റ ആള് വളരെ ഡീസന്റാ. പാർവതി, ലതയെ വിളിച്ചോളൂ. ഈ കർണാടക സംഗീതം ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ എത്ര നാൾ വേണ്ടി വരും? 2 മാസം? അല്ല, ഫീസ് വേണേ കൂടുതൽ തരാം. എന്റെ പൊന്നിയേട്ടാ, ഇതൊക്കെ ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, എങ്കിലും ഒന്ന് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇരുന്നോളൂ. പക്ഷേ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന് ജീവനാ. പക്ഷെ ഇവര് സംഗീതം പഠിക്കുന്നത് ഇവരുടെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരുടെ ഭർത്താവ് ഇത് അറിയാൻ ഇടവരരുത്. മണൽപ്പരപ്പിൽ വീണ വെള്ളം പോലെയാണ് സംഗീതം. സംഗീതത്തിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. ഈ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളാച്ചൻ എന്ന രീതിയിലുള്ള സംഗീതവും പഠിപ്പിക്കുമല്ലോ. ഈ അരസികന്മാരുടെ സാന്നിധ്യം എനിക്ക് ബന്ധപ്പാടുണ്ടാക്കുന്നു. സോറി. തുടങ്ങാം. ചേർത്ത് പാടൂ. അല്ല, ശരിയാവുന്നില്ല, ഒട്ടും ശരിയാവുന്നില്ല. സംഗീതത്തിൽ തീരെ വാസനയില്ല. വാസന പോലും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. കീർത്തനങ്ങളൊക്കെ കേട്ട് പരിചയിക്കണം. കൃഷ്ണ നീ ബേഗനേ ബാരോ, കൃഷ്ണ നീ ബേഗനേ ബാരോ. ആര്? കൃഷ്ണൻ അല്ല, വിഷ്ണു. ഓ, ഹാർമോണിയം ഞാൻ കൊണ്ടുവയ്ക്കട്ടെ. ഇതെന്തോ ഒരു പാട്ടും ബഹളവും ഒക്കെ. ലതിക പാടിയതാ. ഒരു പുരുഷ ശബ്ദമാണല്ലോ ഞാൻ കേട്ടത്. ഞാനും സഹായിച്ചു. അത് കൊള്ളാം. എന്നാ പിന്നെ ഞാനും കൂടെ കൂടാം. ഇന്ന് നമുക്കൊരു സംഗീത സായാഹ്നമാക്കി മാറ്റിക്കളയാം. ഇരിക്കില്ലതിയെ. കുറുപ്പേറ്റം പാട്. അയ്യോ, കുറുപ്പേട്ട എന്തു പറ്റി കുറുപ്പേട്ട? നേരിടാനാവാത്ത പ്രതിസന്ധികൾ വരുമ്പോ എനിക്ക് പ്രഷർ. സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് കമ്പനി തരണമെന്ന് കൃഷ്ണൻകുട്ടിയുടെ ഓർഡറാ. ഞാനാ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞേ. എന്തുവിനോട് സംസാരിച്ചിരിക്കുമ്പോഴാ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഏതായാലും കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരൻ പാട്ട് പാടാനൊന്നും പറയുന്നില്ലല്ലോ, അല്ലേ ചേച്ചി? അതെ. ആരോ വന്നിരിക്കുന്നു. ആരാ? नमस्ते जी। നമസ്തേ. मेरा नाम अवतार सिंह है। विष्णु मेनन है। ഇല്ല, ഓഫീസ്. യു ഇംഗ്ലീഷ് സ്പീക്ക്. नो नो इंग्लिश, आई हिंदी। मेनन जी की बीवी है? बीवी नो, आर वी मेनन। क्या? आर वी मेनन। इनिशियल नहीं भाई, हाँ। बीवी।
पत्नी वाइफ बुलाओ बुलाओ അയ്യോ ദോശ ഇഡലിയാണ് ഇവിടെ ഉണ്ട് പുലാവ് ഇനി ഉണ്ടാക്കണം बुलाओ नहीं बुलाओ कॉल कॉल ഓ അത് ശരി ഇപ്പൊ വിളിച്ചോണ്ടുവരാം വിഷ്ണുവിന്റെ അവതാരം വന്നിരിക്കുന്നു അവതാരമോ? ആ ഒരു ഹിന്ദിക്കാരൻ ഹിന്ദിയെ പറയൂ ലതികയെ കാണണമെന്ന് ചെല്ലു അയ്യോ എന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അത് വളരെ എളുപ്പമല്ലേ ഞാനിപ്പോ സംസാരിച്ചല്ലേ ഉള്ളൂ ചെല്ലു എനിക്ക് പേടിയാ. ചേച്ചി എന്നാലേ പറഞ്ഞു വിട. എങ്ങോട്ടാ അവിടെ നില്ല് നേരെ ചൊവ്വേ മലയാളം പോലും സംസാരിക്കാൻ അറിയത്തില്ല ഒരു പുതിയ അവതാരം വെളച്ചിലെടുക്കല്ലേ? ഇന്ത്യന് ഹിന്ദി അറിയാലോ. ഒന്ന് ചെന്ന് സംസാരിക്കേ. അയ്യോ അയാള് ലതികയെ കാണണമെന്ന് പറയുമ്പോ ഞാൻ ചെന്നാൽ എങ്ങനെയാ? ഒന്ന് വേഗം ചെല്ലു പെങ്കൊച്ചെ ഇല്ലേ അവതാരം ഞാൻ അടുക്കളയിൽ കയറും കൂട്ടത്തിൽ വിഷ്ണുവും കൂടെ വന്ന ആകെ ചളമാകും ഒന്ന് വേഗം പൊക്കോ എന്തൊരു അലർച്ച ഒന്ന് വേഗം പൊക്കോ പോ अरे नमस्ते भाभी जी। नमस्ते जी। मेनन का सिलेक्शन तो बहुत अच्छा है। नहीं मैं मेनन की बीवी। मुझे सब मालूम है मेनन ने मुझे सब बता दिया। आप ही मेनन की 7 कंडीशंस को पूरा करने के काबिल है। मैरिज के समय मैं कलकत्ते में था। ഇതുവരെ എന്തുവാ പറഞ്ഞേ കല്യാണ സമയത്ത് ഇദ്ദേഹം കൽക്കട്ടയിലായിരുന്നു. എന്തിന് കൽപ്പറ്റയാക്കണം വല്ല കാഠ്മണ്ഡുവിലെ ചെറാപ്പുഞ്ചിലോ കെട്ടിയെടുക്കാൻ പറ മനുഷ്യനെ പേടിപ്പിക്കാൻ अच्छा 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 दिल्ली में मैं और विष्णु साथ में रहते थे। मेरे बारे में आपको बताया नहीं? हाँ बहुत बताया। अच्छा अच्छा हाँ भाभी जी मेरी तरफ से आपके लिए एक छोटा सा तो जी शुक्रिया। हाँ 1 मिनट मैं विष्णु से बात कर सकता हूँ? ബാത്റൂം അവിടെ ഉണ്ട് अयो फोन ചെയ്യാൻ. ഫോൺ ഇവിടെ ഉണ്ട് बात कर सकता हूँ? ഓ ശക്തി ശക്തി आप जाइए। हेलो विष्णु मेनन मैं अवतार सिंह बोल रहा हूँ। कौन? अवतार? अच्छा किधर से? हाँ हाँ भाई तुम्हारे घर से। अरे विष्णु मैं आज सुबह की फ्लाइट से आया हूँ भाई। अरे नहीं तुम्हारी पत्नी अच्छी तरह हिंदी बोल लेती है। हाँ अच्छा तुम उधर ही बैठो मैं अभी आया। आज हम तुम्हारा साथ खाना खाएगा। फिर बोलो यार क्या क्या समाचार है? हाँ तुम 1 मिनट फोन लतिका को दे दो। हाँ यार मेरी पत्नी। एक मिनट आपसे बात करना चाहता है विष्णु भाई हाँ बात कीजिए ना लीजिए अरे അവതാരം ഹലോ. ബ്യൂട്ടിഫുൾ പ്ലേസ് അതെ വിഷ്ണുട്ടാ. കായൽ സീ ലേക്ക് അതെയോ? ആ ആ അവതാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ആ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവതാരം ഉണ്ടാവും. കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് കരുതണം. ഞാൻ അങ്ങോട്ട് വരാം. ശരി വിഷ്ണുട്ടാ. എന്താ നോർത്തിന്റെ ഫുഡ് ഉണ്ടാക്കണം? അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. എനിക്ക് വയ്യ. എന്താ പ്രശ്നം എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എങ്ങോട്ടായി പോണേ ഞാനേ ഹാഫ് ഡേ ലീവ് എടുക്കുക. ആഹാരം വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുന്നു. നന്നായി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ഞാൻ ഈ ലെറ്റേഴ്സ് ഒക്കെ ഡെസ്പാച്ച് സെക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഇപ്പൊ ഒരുമിക്കണ്ട. DG കുറുപ്പേട്ടൻ സ്പീക്കിംഗ്. ഞാനാ കൃഷ്ണൻകുട്ടി. എന്താ അവിടെ പ്രശ്നം? കാര്യം ഗുരുതരം പ്രശ്നം നിസാരം. अरे भाभी जी भाई केरल बहुत ही सुंदर जगह है। ഇവിടെ അടുത്ത് തന്നെ बहुत ही ഉണ്ട്. सुंदर എത്രയും വേഗം ഇതിനെ ഇവിടുന്ന് കെട്ടിയെടുത്തില്ലെങ്കിലേ ഇവിടെ സർവത്ര വശക്കേട് നാശകോട്ടയും ആകും. സാധനം ചിരിക്കുവാ. അയ്യോ ചേട്ടൻ ഒരു കാര്യം ചെയ്യും വിഷ്ണുവാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് ഫോൺ സർദാർജിയുടെ കയ്യിലൊന്ന് കൊടുക്ക. അവതാരമേ വിഷ്ണു സ്പീക്കിംഗ്. अच्छा अच्छा विष्णु भाई അയ്യോ हेलो हाँ बोल यार। हेलो हाँ कौन? अवतार? हाँ अभी मेरा एक क्लाइंट इधर आने वाला है इसलिए मैं उधर नहीं आ सकता. ऐसा करो तुम इधर आओ. यू कम टू माई ऑफिस. अच्छा मैं अभी आता हूँ। विष्णु बोला मैं ऑफिस जाके उससे मिल लूँ. कोई गेस्ट आया है. ഇതെന്തുവായി പറഞ്ഞ്? നമ്മൾ രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിഷ്ണു. വിഷ്ണു അല്ല കൃഷ്ണൻ. ഏ? അതെ വിഷ്ണുവിന്റെ അവതാരമല്ലേ കൃഷ്ണൻ. ഗോ ടു ഓഫീസ് ജി എളുപ്പം ചെയ്യാ. कुछ नहीं ये आपको ऑफिस जल्दी जाने को बोलते हैं. अच्छा नमस्ते जी. ഓം ശക്തി ശക്തി. हाँ आपको भी नमस्ते.
അവതാർ എവിടെ? പെട്ടെന്നൊരു ഫോൺ വന്നപ്പോ പോയി, ഡൽഹിക്ക് പോയി. അടുത്ത മാസം വരുമ്പോ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഛേ, ഇയാൾ എന്തൊരു മനുഷ്യനാ! ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നാണല്ലോ. ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചു, കേക്കട്ടെ, അത്യാവശ്യമാണ് പോലും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. ഓ, എന്റെ അഴീക്കൂട് ഭഗവതി. സർദാർജി, ഈ പരന്തു വിഷ്ണു സാർ പെട്ടെന്നൊരു ഫോൺ വന്ന് ഡൽഹിക്ക് പോയി, ഇനി അടുത്ത മാസമേ തിരിച്ചു വരൂ. എന്റെ അമ്മ. मैं समझा नहीं। സഞ്ചിയല്ല, ഒരു പെട്ടിയും കൊണ്ടാണ് പോയത്. विष्णु साहब को अभी एक फोन कॉल आया, वो न्यू दिल्ली चला गया, अब 1 महीने के बाद वापस आएगा. बहुत अच्छा, मैं उसको दिल्ली में मिल लूंगा। ന്യൂ ഡൽഹി വെച്ച് കണ്ടോളാന്ന്, കുറച്ച് കണ്ടതുപോലെ തന്നെ. क्या? अब एक न्यू दिल्ली फ्लाइट है. अच्छा अच्छा अच्छा, मैं अभी जाता हूँ। खुदा हाफिज. अरे खुदा हाफिज। चलता हूँ। പരാഹമൂർത്തി, എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതാ ഈ തീർത്ഥാടനം. വിഷ്ണുവിന്റെ വിവാഹം നടന്നിട്ടേ ഞാൻ എങ്ങോട്ടേക്ക് ഉള്ളൂന്ന് വാശി പിടിച്ചതന്നെ കാരണം. ആ, ഇനി ഇപ്പൊ മനസമാധാനമായിട്ട് പോയിട്ട് വരാമല്ലോ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടോ നേർച്ചയോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചതിനുള്ള പൂജ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്. മനസ്സിലായി മനസ്സിലായി. 7 കണ്ടീഷൻസ് വെച്ചുള്ള മാംഗല്യം തന്തുന ജീവന ഹേതുന. ആ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുട്ടപുരത്തിൽ ഒരു യാഗം നേർന്നിട്ടുണ്ട്, അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. എനിക്ക് നാണാവുന്ന നീ തന്നെ പറ. അയ്യടാ, കൊച്ചു പിള്ളേരെ പോലെ നിന്ന് കിണങ്ങുന്ന കണ്ടില്ലേ? എന്നാ നീ പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. എത്രയും വേഗം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയുള്ള യാഗ. ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് താലോലിക്കാൻ. ഇതാ കമ്പിളിയും ഷോളും സ്വെറ്ററും എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ കുറുപ്പേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടെ ചെയ്യണം. എന്താ? എന്റെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കണം. എന്തിനാ? ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ. നീ അതിനുവേണ്ടി ശ്രമിക്കണ്ട, നടക്കത്തില്ല യേശുകുട്ടി. ആ KSRTC കാരുടെ സഹോദരന്മാർ ഇടിച്ച് നിന്റെ സൂപ്പണക്ക്. ആ പെങ്കൊച്ചിനെ വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്റെ വിധിയാണെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിക്കാം. അല്ലാതെ ഇപ്പൊ എന്ത്? അയ്യേ. നാ, പോവല്ലേ? എന്നാ ഇനി ലേറ്റ് ആക്കണ്ട. നീ കാറി കയറൂ. നിനക്ക് വേണ്ടി ഞാൻ വഴിപാട് നടത്തും കിഷൻകുട്ടി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. സാർ എനിക്കെതിരെ മൊഴി കൊടുത്താൽ ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. പിന്നെ ഓഫീസിൽ നിന്നും പണം എടുത്ത് തിരിമറി നടത്തുമ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ. സാർ, അത് ഞാൻ എന്റെ സഹോദരിയുടെ വിവാഹം നടത്താൻ വേണ്ടിയാ അങ്ങനെയൊക്കെ ചെയ്തു. ആ പണം ഞാൻ എത്രയും പെട്ടെന്ന് ചേർത്തോളം സാർ. മോഷ്ടിച്ചിട്ടാണോ സഹോദരിയുടെ വിവാഹം നടത്തുന്നത്? അപ്പോഴത്തിന്റെ അവസ്ഥയിൽ വിവാഹം മുടങ്ങുന്നൊക്കെ കള്ളം പറയുന്നതും പ്രവർത്തിക്കുന്നതും വെച്ച് എന്ത് ഞാൻ ടോളറേറ്റ് ചെയ്യും. ഈ വക കാര്യങ്ങളിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. സാർ, ഞാൻ പറയുന്നത് വേണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. സാർ, അത് വിൽ യു പ്ലീസ് ഗെറ്റ് ഔട്ട്. വിഷ്ണു, തിരിമറി നടത്തിയ തുക കമ്പനിയിൽ തിരിച്ചടച്ചോളാം എന്നല്ലേ വിൽഫ്രഡ് പറയുന്നത്? ആ സ്ഥിതിക്ക് അയാളുടെ കേസ് അങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ നല്ലത്? നോ, പശ്ചാത്തപിച്ചതുകൊണ്ടോ പരിഹാരം ചെയ്തുകൊണ്ടോ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. എന്നെ വഞ്ചിക്കുന്നവരാരായിരുന്നാലും ഞാൻ വെറുതെ വിടില്ല. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. സോറി സാർ, ഒന്നിങ്ങൊന്നേ, ഒരു മിനിറ്റ്. അതെ, എന്ത് വിട്ടിട്ടായി കാണിക്കുന്നത്? ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിട്ടേക്കു. ഇത്രയും നാൾ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു. ഇനിയും വിഷ്ണുവേട്ടന് സിസ്റ്ററിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ അവസരത്തിൽ ഇങ്ങനെ പിന്മാറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. ഇനിയും വിഷ്ണുവേട്ടന്റെ മുന്നിൽ നാടകം കളിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഏതായാലും ഇത്രത്തോളം ആയില്ലേ, ഇനി കുറച്ചു നാൾ കൂടി. അത് കഴിഞ്ഞാലോ? എന്നായാലും വിഷ്ണുവേട്ടൻ ഇതൊക്കെ അറിയില്ലേ? അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വിഷ്ണു അറിഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു സ്റ്റേജ് എത്തുന്നവരെങ്കിലും. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ. വിഷ്ണുവേട്ടന്റെ മുമ്പിൽ ചെല്ലാൻ പോലും എനിക്ക് പേടിയാ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ അത് ചിരിക്കാനോ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മളെല്ലാവരും കൂടി വിഷ്ണുവിന്റെ മുന്നിൽ ഒരു നാടകം കളിച്ചു. അതിന് തിരഞ്ഞെടുത്ത വഴിയെക്കുറിച്ച് വേണമെങ്കിൽ കുറ്റം പറഞ്ഞോളൂ. പക്ഷേ എല്ലാം നന്നായി വരണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ.
ഇനി ഈ നാടകം ശുഭപര്യവസായി തീരുന്നവരെ സിസ്റ്റർ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിന്നേ പറ്റൂ. ഇനി കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. വരൂ, നമുക്ക് പോവാം. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ച് വിഷ്ണുവേട്ടനൊരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. കത്തോ? ആരുടെ കയ്യില്? ഊണ് കൊണ്ടുവന്ന പയ്യന്റെ കയ്യില്. ഈശ്വര, നീ ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ലീവ് തന്നെയാ. ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാ. അപ്പൊ വല്ലാത്ത വിശപ്പ്. അപ്പൊ നിന്റെ കൂടെ ഒന്ന് ആഹാരം കഴിച്ചിട്ട് പോകാന്ന് കരുതി. ഇത് ഒരാൾക്കുള്ള ആഹാരമേ ഉള്ളൂ. അതൊന്നും സാരമില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് ഓണാക്കാം. നീ ഓണമാക്കി വരുമ്പോ ഞാൻ പട്ടിണിയാവും. അതൊന്നും ആവില്ല, ഞാൻ നിനക്ക് വിളമ്പി തരാം. അയ്യോ വേണ്ട, ഞാൻ വിളമ്പി കഴിച്ചോളാം. അതൊന്നും സാരമില്ല. കുറച്ച് ദിവസത്തെ ആഗ്രഹമാണ് നിനക്ക് എന്തെങ്കിലും വിളമ്പി തരണമെന്നുള്ളത്. എന്താ വിഷ്ണു അങ്ങനെ വിചാരിക്കുന്നത്? കൃഷ്ണൻകുട്ടി ഇതേ നമ്മൾ കൽക്കട്ടയിൽ കഴിഞ്ഞിട്ട് ആ ദിവസങ്ങളെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനിപ്പൊ നമ്മള് കൽക്കട്ടയിലല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ. എന്നാലും എന്റെ ഒരു ആഗ്രഹം പഴയ ദിവസങ്ങളിലോട്ടൊക്കെ ഒന്ന് പോണമെന്ന്. ഇനി നീ വിളമ്പിക്കോ. എത്ര ദിവസമായിട്ട് ആഗ്രഹിക്കാണെന്ന് അറിയാം. അയ്യോ, ആപ്പിള് രസത്തിൽ വീണു. അയ്യേ, അയ്യോ, എന്താ ഇത്? കണ്ണ് നീറുന്നോ? വെള്ളം ഒഴിക്കട്ടെ? നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ഇത്രയും താമസിക്കാനുള്ള പ്രധാന കാരണം എന്റെ ഓഫീസിലെ തിരക്ക് തന്നെ. പക്ഷെ ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ അല്ല, 1 മാസത്തേക്കാ. പറഞ്ഞോ, എവിടെ പോണം? ഊട്ടിയോ കൊടൈക്കനാലോ? 2 സ്ഥലത്തും പോണോ? ശരി, പോയേക്കാം. പോകാന്ന് പറഞ്ഞിട്ട് എന്താ ഒന്ന് ചിരിക്കാത്തത്? ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞാലുടൻ നമ്മൾ പുറപ്പെടുന്നു. അതും ലതികയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഈ ബർത്ത്ഡേ പ്രസന്റിൽ താക്കോല് ഐശ്വര്യമായിട്ട് കയറുന്ന ഡ്രൈവ് ചെയ്താട്ടെ. ഇന്ന് എനിക്ക് എന്റെ ശ്രീമതി ഓടിക്കുന്ന കാറിൽ ഇരുന്ന് യാത്ര ചെയ്യണം. നല്ല പണിയാ കാണിച്ചത്. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ പോകുന്നു അല്ലേ? എല്ലായിടത്തും നിന്നെ കൊണ്ടുപോകാൻ നീ ആരാ? എന്റെ ADC. ഞാൻ ഈ ഓട്ടോ ഒന്ന് വിട്ടോട്ടെ. വേണ്ട വേണ്ട, അന്ന് നിനക്ക് തിരിച്ചു പോകാനുള്ളതാ. പിടിക്ക് വിഷ്ണു, ഈ പൂജ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴുള്ള ആദ്യ സവാരിയല്ലേ ആണുങ്ങൾ ഓടിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാരാ പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? നമുക്ക് ഊഹിച്ചൂടെ? ഉപനിഷത്തുക്കളിലെ പ്രത്യേക നിന്റെ പൊതുസ്ഥലങ്ങളിൽ വെച്ചുള്ള വളിപ്പടി ഉണ്ടല്ലോ, അത് വേണ്ട. അമ്പലത്തിലോ? അമ്പലത്തിലും വേണ്ട. പിന്നെ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താക്കന്മാരെ ഇരുത്തിക്കൊണ്ട് ഭാര്യമാര് കാർ ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതൊക്കെ അച്ചിക്കൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടികളല്ലേ. ഓഹോ, അത് ഞാൻ സഹിച്ചോളാം. വലിയ വണ്ടി എടുക്കും. ചേട്ടാ, എനിക്ക് ഡ്രൈവിംഗ്. അതാണ് അതിന്റെ കറക്റ്റ്. എന്ത്? സിസ്റ്ററിന് ഡ്രൈവിംഗിന്റെ ടച്ച് പോയിരിക്കാം അല്ലേ? ഇനി അത് മാത്രമല്ല, മറ്റേ കാര്യം കൂടി തുറന്ന് പറഞ്ഞേക്ക് സിസ്റ്റർ. അല്ല, വിവാഹം കഴിഞ്ഞ് 1 വർഷത്തേക്ക് സിസ്റ്റർ ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് ഇവരുടെ കുടുംബ ജോത്സ്യം പറഞ്ഞിരിക്കുക. ഡ്രൈവ് ചെയ്താൽ എന്താ? ഭർത്താവിന്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന്. ഇക്കാലത്ത് ഈ ജോത്സ്യത്തിലും ജാതകത്തിലും ഒക്കെ ആരാ വിശ്വസിക്കുന്നത്? എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. കരുതിക്ക്, ഇന്ന് നീ 1 ഫർലോങ് എങ്കിലും വണ്ടി ഓടിച്ചേ മതിയാവും. ഈ ജോത്സ്യത്തേക്ക് അതിജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കണം. പിന്നെ 1 മിനിറ്റ്, ഞാനൊരു ചെറിയ പൂജ ചെയ്തോട്ടെ. കീ പിടിച്ചേ. അയ്യോ വിഷ്ണു, ഇത് നോക്കിയേ. എന്താ ഈ ടയർ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ജോത്സ്യത്തിലൊക്കെ കാര്യം ഉണ്ടെന്ന്. ഇനി ഇതും ജോലിച്ചായിട്ട് എന്ത് ബന്ധമായിരിക്കുന്നു? അപശകുനം. ഇതാണ് ഞാൻ ചെയ്തു. തീയാവുമ്പോ കെടും. സ്റ്റെപ്പിനെടുത്ത് മാറ്റിയിട്ടാ പോലെ. അതൊക്കെ മാറ്റിയിട്ട് ഞാൻ കൊണ്ടുവന്നോളാം. നിങ്ങൾ പൊക്കോ. ആട്ടോ വിടാത്ത നന്നായി. പൊക്കോ. മണിയണ്ട, ഇവരെ കൊണ്ടുവന്ന് വിട്ടേക്ക്. കാശൊന്നും ഇവരുടെ വാങ്ങണ്ട. നമുക്ക് ഓട്ടോയിൽ പോവാം. ഭക്ഷ്യമേളയിൽ കുക്കിംഗ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളാ. ആഹാ, ഞങ്ങൾക്കും കൂടി വെസ്റ്റേൺ കുക്കിംഗ് ഒന്ന് പഠിപ്പിച്ചു തരണേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ഇവിടെ വേണോ ഇത്? അല്ല സാർ, ഫുഡ് മാത്രമേ ഉള്ളൂ, എന്റർടൈൻമെന്റ്സ് ഒന്നുമില്ലേ? അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നുമില്ല. പിന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കലാപരിപാടികൾ അവതരിപ്പിക്കാം. പാടുവോ? ബട്ടൺ ശരിയാക്കിയതാ. ടൈറ്റാണ്. ലതികേ, ഞാനിപ്പോ വരാം. ചെല്ല് ചെല്ല്. എന്റർടൈൻമെന്റ്സ് അല്ലേ വേണ്ടത്? മാർഗം. എന്താ വിഷ്ണുട്ടാ? Ladies and gentlemen, there is a pleasant surprise. My wife is going to sing a song for you.
നാണിക്കാനൊന്നുമില്ല. എല്ലാവരും ലതികയുടെ പാട്ട് കേൾക്കാൻ തയ്യാറായിരിക്കാണ്. എന്നെ മാനം കെടുത്തരുത്. പാട്. വിഷ്ണുട്ട, എനിക്ക് പാടാൻ അറിയില്ല. തമാശകളാ. ലതികയുടെ പാട്ട് ഞാൻ കേട്ടിട്ടുള്ളതല്ലേ. ഇത്രയും ആൾക്കാരുടെ മുമ്പ് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ പാടാനൊക്കെ പറഞ്ഞ ആർക്കായിരുന്നാലും ഒരു വിഷമം തോന്നും അല്ലേ? വേണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പാടാം. ഇല്ല, എനിക്ക് പാടാൻ അറിയില്ല വിഷ്ണുട്ട. സത്യമായിട്ട് എനിക്ക് പാടാൻ അറിയില്ല. ഇല്ല, എനിക്ക് പാടാൻ അറിയില്ല. എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞതെല്ലാം കള്ളോ. എന്ത് ഞാൻ സഹിക്കും. എന്നെ ചീറ്റ് ചെയ്യുന്ന ഒഴിച്ച്. വിഷ്ണു, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ. എനിക്കൊന്നും കേൾക്കണ്ട. ലതിയെ കള്ളം പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നെങ്കിലും നീ മനസ്സിലാക്കിയിരിക്കണം. ഷട്ട് അപ്പ്. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വിവാഹ ജീവിതം തുടർന്നുകൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വിഷ്ണു, വിഷ്ണു, ലതിക വീട്ടിലേക്ക് പോയി. എന്നാലും നീ പറഞ്ഞത് ഇത്തിരി കടുത്ത വാക്കുകളായി പോയി. ഓഹോ, ഞാൻ പറഞ്ഞതാണ് തെറ്റല്ലേ? എന്റെ ബലമായ വിശ്വാസം ലതിയെ കൊണ്ട് ആരെങ്കിലും ഈ കള്ളങ്ങളൊക്കെ പറയിച്ചതായിരിക്കുമെന്നാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജോഡി കറക്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി അങ്ങനെ കള്ളങ്ങൾ പറയിച്ചതായിക്കൊള്ളുന്നുണ്ടോ? വീട്ടിൽ പോകണമെന്ന് വാശി പിടിച്ചപ്പോ ഞാൻ തന്നെയാ പൊക്കോളാൻ പറഞ്ഞത്. എനിക്കറിയാം നിന്റെ മനസ്സ്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചു ദിവസം കഴിയുമ്പോ നീ തന്നെ ലതിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരില്ലേ? ഇത്രയും വലിയൊരു തെറ്റ് ക്ഷമിക്കാനും മാത്രം വിശാല ഹൃദയനൊന്നും അല്ല ഞാൻ. ഇക്കാര്യത്തിൽ എന്റെ വാക്ക് അവസാനത്തേതാണ്. ഇതിലൊരു കോംപ്രമൈസിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. എക്സ്ക്യൂസ് മീ സർ, ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. എന്താ? ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു ഈ മാസം 27-ന്. സാറ് തീർച്ചയായും വരണം. ഷുവർ. ഒറ്റയ്ക്ക് വന്നാ പോരാ, മിസ്സസിനെയും കൂട്ടി വരണം. കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. വൈഫുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തീർത്തൂടെ സാർ? ഓഫീസ് വർക്ക് ധാരാളം പെൻഡിംഗ് ഉണ്ടല്ലോ. യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. ഈ ഇൻവിറ്റേഷൻ തരേണ്ടത് പോലും ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് വേണമായിരുന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂട്ടോ, ഞാനിപ്പോ വരാം. ഇന്നെന്താ ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോന്നു. എന്ത് പറ്റി? ഇല്ല, ഒന്നുമില്ല. വിഷ്ണുവിനെ കണ്ടത് ഏതായാലും നന്നായി. ലതികയുടെ വിവരം പറഞ്ഞിട്ട് പോകാന്നാ കരുതിയത്. ലതിക വിളിക്കൂ. നേരിട്ട് പറയേണ്ട കാര്യമായതുകൊണ്ടാ ഞാൻ തന്നെ വന്നത്. അവളെ വിളിക്കൂ. മാഷപ്പോ വന്നു. ഞാൻ ഇപ്പോഴിങ്ങോട്ട് വന്ന് കേറിയുള്ളൂ. സുധേ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ട് ഞായറാഴ്ച വരണു. അപ്പൊ ആ വിവരം ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി വന്നതാ. ലതിക വിളിക്കൂ. ലതിക ഇവിടെ ഇല്ല മാഷേ. ഇല്ലേ?
പിന്നെ വിഷ്ണുവിന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുക. 3-4 ദിവസം കഴിഞ്ഞ് മടങ്ങി വരൂ. അപ്പൊ പെണ്ണ് കാണലിന് അത് സാരമില്ല മാഷെ, ഞായറാഴ്ചയല്ലേ, വിഷ്ണു ലതിയും കുട്ടി അങ്ങോട്ട് വന്നോളും. അല്ലേ വിഷ്ണു? ശരി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ലതികയുടെ അമ്മാവനെയും കൂടെ കണ്ട് വിവരം പറഞ്ഞിട്ട് വേണം പോവാൻ. അല്ല, ഇതുവരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ. ഓ, ആദ്യം ഇവിടുന്ന് എപ്പ വേണമെങ്കിൽ കുടിച്ചൂടെ. ആ പിന്നെ ഇത്തവണ ഒരു കാര്യം, നിങ്ങൾ അവിടെ വന്നാൽ വീട്ടിൽ ഒരാഴ്ചയെങ്കിലും താമസിച്ചിട്ട് വേണം ഇങ്ങോട്ട് പോരാൻ. അങ്ങനെ ചില നാട്ടുനടപ്പും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്. അല്ല, ഒരാഴ്ചയല്ല മാഷെ, 2 ആഴ്ച നിൽക്കും. എന്താ വിഷ്ണു? എന്നാ പിന്നെ പറഞ്ഞ പോലെ. അപ്പോ ശനിയാഴ്ച വൈകുന്നേരം തന്നെ ഇവരെ അവിടെ എത്തിക്കണം. ആ ഉത്തരവാദിത്തം ഞാൻ കൃഷ്ണൻകുട്ടി ഏൽപ്പിക്കും. ശരി മാഷെ. ആ, അപ്പൊ ഞാൻ വരട്ടെ. ശരി. ആകെ കുഴപ്പമായല്ലോ. ലതിക വീട്ടിൽ ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇനി വല്ല അവിവേകം കാണിച്ചിരിക്കോ? ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയാൻ ഇനി ബുദ്ധിമുട്ടാണെന്നൊക്കെ വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന രീതിയിൽ പറയുമ്പോഴേ ഞാൻ കരുതിയതാ. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? നീ പറയുന്ന കേട്ടാ തോന്നുന്നു എല്ലാം എന്റെ കുറ്റമാണെന്ന്. ഒച്ച കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചതും പോരാ. ഇനി വല്ലവരും തട്ടിക്കൊണ്ട് പോയതാണോ, വഴിതെറ്റി പോയതാണോ? ഈ സിറ്റി ഒന്നും അത്ര വലിയ പരിചയമില്ലാത്തതാ. പാവം. ഇനി അഥവാ വല്ല കടുങ്കയും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നീ കമ്പേടി എന്നെ അകത്ത് കിടന്നു തന്നെ ഓർമ്മിച്ചോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കടവെടുക്കുന്നില്ലേ? സിസ്റ്റർ വീട്ടിലെത്തിയിട്ടില്ല എന്നറിഞ്ഞപ്പോ വിഷ്ണുവിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. വെറുപ്പും ദേഷ്യവും ഒക്കെ മാറി വേണ്ടപ്പെട്ടവരെ മിസ് ചെയ്യുമ്പോൾ ഒരു നഷ്ടബോധം. അതിന്റെ അർത്ഥം എന്താ? അവന് സിസ്റ്ററിനോട് സ്നേഹമുണ്ടെന്ന്. ഈ ടെൻഷൻ നമ്മൾ കൂട്ടി കൂട്ടി പീക്കിൽ എത്തിച്ചിട്ട് എല്ലാം തുറന്നു പറയുന്നു. അതുവരെയൊക്കെ കാര്യങ്ങൾ എത്തിക്കണോ? ഇപ്പൊ തന്നെ എല്ലാം പറയുന്നല്ലേ നല്ലത്. പാടില്ല. ഈ മദ്യപാനികളെ ഒറ്റയടിക്ക് മദ്യപാനം നിർത്താൻ ഡോക്ടേഴ്സ് സമ്മതിക്കാറില്ല. ബോഡി സിസ്റ്റം തന്നെ തകരാറിലാകും എന്ന് പറഞ്ഞതുപോലെയാ വിഷ്ണുവിന്റെ കാര്യവും. ഒറ്റയടിക്ക് എല്ലാം അറിഞ്ഞാൽ അവന് വട്ടായി പോവും. പടിപടിയായി പ്ലാൻ ചെയ്താൽ എല്ലാ കണ്ടീഷൻസും പിൻവലിച്ചുകൊണ്ടുള്ള ഒരു റീയൂണിയൻ നടക്കും. സിസ്റ്റർ എന്താ ആലോചിക്കുന്നത്? സാർ, വിഷ്ണുവേട്ടന് വളരെ മുമ്പേ വിഷ്ണുവേട്ടനെ അറിയിക്കേണ്ടിയിരുന്ന സത്യങ്ങളാണ് ഈ കത്തിലുള്ളത്. പലവട്ടം പറയാൻ ഒരുങ്ങിയതാണ്, പക്ഷേ സാഹചര്യങ്ങൾ എന്നെ അനുവദിച്ചില്ല. മുജ്ജന്മ പുണ്യം പോലെ ലഭിച്ച ഈ ജീവിതം അതെനിക്ക് തന്ന വിഷ്ണുവേട്ടനെ ഞാൻ ചതിക്കുകയായിരുന്നു. ഭാവി വധുവിന് ഉണ്ടായിരിക്കണമെന്ന് വിഷ്ണുവേട്ടൻ ആഗ്രഹിച്ചിരുന്ന ഗുണഗണങ്ങൾ എനിക്കുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്റെ ജോലി പെർമനന്റ് ആയി കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇന്ദുവും കൃഷ്ണൻകുട്ടിയും അങ്ങനെയായിരുന്നു എന്നെ ധരിപ്പിച്ചത്. അവരുടെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ വേറെയായിരുന്നു എന്നത് നമ്മുടെ വിവാഹരാത്രിയിലാണ് ഞാൻ അറിയുന്നത്. സങ്കല്പത്തിലെ എല്ലാ ഗുണഗണങ്ങളും ഒത്തുചേർന്ന പെൺകുട്ടിയും കാത്തിരിക്കുന്ന വിഷ്ണുവേട്ടന്റെ മുമ്പിലേക്ക് വരാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി. പിന്നീട് എന്തുകൊണ്ട് ഇതെല്ലാം തുറന്നു പറഞ്ഞില്ല എന്ന് ചോദിക്കാം. പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടാലും അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഇപ്പൊ എന്റെ മനസ്സിലെ ഭാരം കുറഞ്ഞിരിക്കുന്നു. സുഖവും സമാധാനവും എന്നും വിഷ്ണുവേട്ടൻ ഉണ്ടാവണമെങ്കിൽ ഞാൻ പോയേ പറ്റൂ. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്നും ദൂരേക്ക്, വളരെ ദൂരേക്ക് എന്നും വിഷ്ണുവേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ലതിക. എന്തുവാടേ, ഞങ്ങൾ വരുന്നവരെങ്കിലും ഈ നാടകം പൊളിയാതിരിക്കാൻ നിനക്ക് ശ്രമിച്ചുകൂടായിരുന്നോ? എന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു കേട്ടാ. പക്ഷെ പ്രതി എന്നെ കുറ്റം സംബന്ധിച്ച അഡ്വക്കേറ്റ് എന്ത് ചെയ്യും? ഇനി നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. ഞാൻ എല്ലാം വിഷ്ണുനോട് തുറന്നു പറയാൻ പോകും. ചതിക്കല്ലേ ചേച്ചി, അതിനുള്ള സമയമായിട്ടില്ല. അവൻ വന്നു. അതെ, എങ്ങനെയെങ്കിലും വിഷ്ണു തന്നെ ഹോസ്റ്റലിൽ ചെന്ന് ലതിയെ കൂട്ടിക്കൊണ്ടു വരുന്നത് വരെ നമുക്ക് ഈ നാടകം തുടർന്നേ പറ്റൂ. വിഷ്ണു, നീ ചെയ്ത അന്ധകരണമായി പോയി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ശാപം ഏറ്റുവാങ്ങി നീ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാതെ കേട്ടാ, അല്ലെങ്കിൽ തന്നെ വിഷ്ണുവിന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറുക. നിർത്താ, എല്ലാരും കൂടെ എന്നെ കുരങ്ങളിപ്പിക്കായിരുന്നല്ലേ?
വിഷ്ണു, ഞങ്ങൾ മിണ്ടിപ്പോര്. നിങ്ങളുടെയൊക്കെ സഹായം മതിയായി എനിക്ക്. എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി. നന്മ, നിങ്ങൾ ചെയ്ത നന്മകളെ കുറിച്ചൊക്കെ ദാ ലതിക ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്ക്. ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷേ നിനക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ഞങ്ങൾ. വിശദീകരണം ഒന്നും വേണ്ട. നിങ്ങളെയൊക്കെ വിശ്വസിച്ചതാണ് എന്റെ തെറ്റ്. പാവം ലതിക, അവളെ ഞാൻ തെറ്റിദ്ധരിച്ചു. വേഷം കെട്ടിൽ വെളിച്ചത്തായപ്പോ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കാൻ അവൾ തയ്യാറായില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങളൊക്കെ ഇട്ട് തട്ടിക്കളിച്ചത്. എന്തായിരുന്നു ഇതിന്റെയൊക്കെ ആവശ്യം? ആവശ്യം ഉണ്ടാക്കി വെച്ചത് നീയാ, നിന്റെ കണ്ടീഷൻസാ. 7 കണ്ടീഷൻസ് മുന്നോട്ട് വെച്ച നീ അന്വേഷിക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സ്. നിനക്ക് വേണ്ടിയിരുന്നത് സ്നേഹമല്ല, സൊസൈറ്റിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഒരു മാതൃകാ ബിംബം. ഒരു ഭാര്യയേക്കാൾ നിനക്ക് ആവശ്യം ഒരു ഡ്രൈവറിനെയും കുക്കിനെയും പരിഭാഷകയും ഒക്കെ ആയിരുന്നു. ശബ്ദമുയർത്തി പറയുന്ന മുഴുവൻ ശരിയാണെന്ന് നീ സമർത്ഥിക്കണ്ട. ലതികയെ ഞാൻ സ്നേഹിച്ചിരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ സ്നേഹം നിങ്ങളുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല എനിക്ക്. ചെയ്തത് മുഴുവൻ കള്ളമാണെന്ന് തുറന്നു പറഞ്ഞപ്പോഴും എനിക്ക് അവളോട് വെറുപ്പ് തോന്നിയില്ല. അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് പോലും ഞാൻ പറഞ്ഞിട്ടല്ല. ഹലോ, ഇത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ നിന്നാണ്. എന്താ? ലതികയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്തു പറ്റി? എവിടെ? സിറ്റി ഹോസ്പിറ്റലിലോ? ഞാൻ ഉടനെ എത്താം. എന്താ വിഷ്ണു? എന്റെ ലതികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ഉണ്ടായത്? മാറി നിക്കടാ. ക്ഷമിക്കണം സർ, ഒരു 10 മിനിറ്റ് സാർ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ വരണം. എന്തിനാ? എനിക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ള കംപ്ലൈന്റ് മാനേജ്മെന്റിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തതാണെന്ന് എഴുതി കൊടുത്ത ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടും. നോ, അത് സാധ്യമല്ല. മിസ്റ്റർ വിൽഫർ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിച്ച് തീരുമാനിക്കാം. എന്റെ വൈഫ് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അതൊരു പുതിയ നമ്പറാണല്ലോ സാറേ. മിസ്റ്റർ വിൽഫർ, പ്ലീസ്. ഇനി അഥവാ സത്യമാണെങ്കിലും അതിനേക്കാൾ സീരിയസ് അവസ്ഥയിലല്ലേ ഞാൻ. ഇങ്ങോട്ട് ഇറങ്ങൂടോ സാറേ. ചുമ്മാ പോട്ടെ സാർ, സാരമില്ല. വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. ആഹാ,
ലതിക അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഏത് വാർഡിലാ? Pay ward. ഡോക്ടർ എക്സാമിൻ ചെയ്തോണ്ടിരിക്കുക. എന്താ ഉണ്ടായത്? ഞാൻ റൂമിൽ ചെല്ലുമ്പോ ലതിക ബോധമില്ലാതെ താഴെ കിടക്കായിരുന്നു. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. 3-4 ദിവസം ആഹാരമൊന്നും കഴിക്കാതെ സ്റ്റാഗ് ചെയ്തുകൊണ്ട് ബോഡി വളരെ വീക്കായി. അതിന്റെ ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു. കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ദാറ്റ്സ് ഓൾ. ആരാ ലതികയുടെ ഹസ്ബൻഡ്? ഞാനാ ഡോക്ടർ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളൊരു അച്ഛനാവാൻ പോവാ. ഞാൻ ഇപ്പൊ എങ്ങനുണ്ട്? ഇതാണ് ഞങ്ങൾ നടത്തിയ ഹോമത്തിന്റെ ശക്തി. ഒരു റിക്വസ്റ്റ് മാത്രമുണ്ട്. ജനിക്കുന്ന കുട്ടി ആണാണെങ്കിൽ അവൻ വലുതാവുമ്പോ കല്യാണത്തിന് ഇതേപോലുള്ള കൊനസ്റ്റ് കണ്ടീഷൻസ് വയ്ക്കാത്ത രീതിയിൽ വളർത്തണം. ഇല്ലെങ്കിൽ അവന്റെ സ്വഭാവം തിരുത്താനും എനിക്കും കുറുപ്പേട്ടനും കൂടെ കുറെ കളികൾ കളിക്കേണ്ടി വരും, അല്ലേ? എന്തുവാടേ, എന്ത് കളി കളിച്ചാൽ എന്താ? വിഷ്ണുവിന്റെയും കൃഷ്ണന്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം മംഗളമാവും.